1 ദിനവൃത്താന്തം അദ്ധ്യായം 9. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേൽ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ. യൂദായുടെ മകനായ പെരേസിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഉദായ് അമ്മീഹൂദിൻ്റെ പുത്രൻ, അമ്മീഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രിയും ഇമ്രിയുടെ പുത്രൻ, ഇമ്രിയും ബാനിയുടെയും പുത്രൻ, ഷേലായുടെ ആദ്യജാതൻ അസായായും അവൻ്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യൗവേലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹോദാവിയായുടെ മകനായ മെഷുല്ലാമിൻ്റെ മകൾ സല്ലൂം, യെറോഹാമിൻ്റെ മകൻ ഇബ്നെയാം, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏലാം, ഇബ്നിയായുടെ മകനായ റൗവേലിൻ്റെ മകൻ ഷഫാത്യായുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാരിൽ യദായാം, യഹോയാറിബ്, യാഖീൻ, ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ ഹിൽക്കിയായുടെ പുത്രൻ, ഹിൽക്കിയ മെഷുല്ലാമിൻ്റെ പുത്രൻ, അവൻ സാദോക്കിൻ്റെ പുത്രൻ, സാദോക്ക് മെറോയോത്തിൻ്റെ പുത്രൻ, അവൻ അഹീത്തൂബിൻ്റെ പുത്രൻ, മൽഖിയായുടെ മകനായ പാഷൂറിൻ്റെ മകൻ, യെറോഹാമിൻ്റെ മകൻ അദായാം, ഇമ്മറിൻ്റെ മകൻ മെഷീലേമിത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകൻ യാക്സറായുടെ മകനായ അഫിയേലിൻ്റെ മകൻ മാസായി. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രീക്കാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷെമായ, ബക്ബാക്കർ, ഹെരേഷ്, ഗലാൽ, ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയാം, യദൂദൂനിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷെമായയുടെ മകൻ ഒബാദിയാം. നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽഖാനായുടെ മകനായ ആസായുടെ മകൻ ബറേഖിയാം, ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാരും ആയിരുന്നു. ഷല്ലൂം ആയിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിൻ്റെ മകൻ എബിയാസാഫിൻ്റെ മകനായ കൊറേയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കോറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരും ആയിരുന്നു. എലയാസറിൻ്റെ മകനായ ഫിനെഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു.
മെഷലേമിയയുടെ മകൻ സക്കറിയ ആയിരുന്നു സമാഗമന കൂടാരവാതിലിൻ്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരനായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവേലും ആണ് അവരെ നയിച്ചിരുന്നത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിൻ്റെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിനു ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരനായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ശല്ലൂമിൻ്റെ ആദിജാതനും ലേവ്യനുമായ മത്താത്തേയ്ക്ക് ആയിരുന്നു. അവരുടെ ചാർച്ചക്കാരും കോഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റ് ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തുവന്നു. സാവൂളിൻ്റെ പിതൃപുത്ര പരമ്പര. ഗിബെയോൻ്റെ പിതാവായ ജയിയേൽ ഗിബെയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാഖാം, ആദിജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോം, സഖറിയ, മിക്ലോത്ത്. മിക്ലോത്തിൻ്റെ മകൻ ഷിമേയാം. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തുവന്നു. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷുവാം, അബിനാദാബ്, യഷ്ബാൽ. ജോനാഥൻ്റെ പുത്രൻ മെരിബാലിൻ്റെ പുത്രൻ മിഖാം. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലഖ്, തഹ്രയാം, ആഹാസ്. ആഹാസിൻ്റെ പുത്രൻ യാറാം. യാറായുടെ പുത്രന്മാർ അലേമേത്ത്, അസ്മാവേത്ത്, സിമ്രീം. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയാം, റെഫായാം, എലയാസാം, ആസേൽ. ആസേലിന് അസ്രീക്കാം, ബൊഖേരും, ഇഷ്മായേൽ, ഷയാറിയാം, ഒബാദിയാം, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം.